ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയില്ലേ? അപ്പം നമുക്കിന്ന് നോമ്പിനുണ്ടാക്കുന്ന കഞ്ഞിയുടെ റെസിപ്പി നോക്കാം. ഇതിന് ചിലരൊക്കെ ജീരക കഞ്ഞി, അതുപോലെ തന്നെ മഞ്ഞക്കഞ്ഞി, മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയും. പല നാട്ടിലും ഇതിന് പല പേരാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് ബ്രോക്കൺ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് റൈസും എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉലുവ അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബോയിലായി വന്നിട്ട് അരിയൊക്കെ ഒന്ന് വേവണത് വരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ 3 ചെറിയ ഉള്ളി, 1.5 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം. ഇനി ഇത് അരക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോവരുത്, അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇത് എന്നിട്ട് നല്ലോണം ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഇവിടെ വെള്ളമൊക്കെ നല്ലോണം ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ അരിയൊക്കെ ഒന്നത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഈ അരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉള്ളി നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര തിക്കാവുന്നത് ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.